കഞ്ചാവ് കടകളിലൂടെ കിട്ടിയാലോ? ചോദ്യം കേട്ട് അന്താളിക്കുകയാണോ? ഈ ചർച്ചയ്ക്ക് തുടക്കമിട്ടത് വിരമിച്ച IAS ഉദ്യോഗസ്ഥനായ ബിജു പ്രഭാകർ നടത്തിയ തുറന്നു പറച്ചിലാണ്. ഒരഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത്, കഞ്ചാവ് പൂർണ്ണമായി നിരോധിച്ച് കുറ്റകൃത്യമായി കാണുന്നതിന് പകരം നിയന്ത്രിത രീതിയിൽ അനുവദിക്കുന്നതിനെ കുറിച്ച് ഇന്ത്യ ഗൗരവമായി ആലോചിക്കേണ്ടതുണ്ടെന്നാണ്. അദ്ദേഹത്തിന്റെ വാദം പല തട്ടുകളിലായാണ് മുന്നോട്ടു പോകുന്നത്. വിദേശ രാജ്യങ്ങളിൽ ഇതിനകം തന്നെ കഞ്ചാവ് ഉപയോഗം നിയന്ത്രിതമായി അനുവദിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. കാനഡ, ഉറുഗ്വേ, ജർമ്മനി, സൗത്ത് ആഫ്രിക്ക, മാൾട്ട തുടങ്ങിയ രാജ്യങ്ങൾ ഇതിന് ഉദാഹരണങ്ങളാണ്. അമേരിക്കയിൽ ഫെഡറൽ നിരോധനം നിലനിൽക്കുന്നുണ്ടെങ്കിലും പല സംസ്ഥാനങ്ങളും കഞ്ചാവിന്റെ വിനോദ ഉപയോഗം നിയമവിധേയമാക്കിയിട്ടുണ്ട്. നെതർലാൻഡ്സിൽ പൂർണ്ണ നിയമപരമല്ലെങ്കിലും ആംസ്റ്റർഡാം പോലുള്ള നഗരങ്ങളിൽ കഞ്ചാവ് കോഫി ഷോപ്പുകളിലൂടെ നിയന്ത്രിതമായി ഉപയോഗിക്കപ്പെടുന്നത് ഒരു സാധാരണ കാഴ്ചയാണ്. ഇങ്ങനെ ഇന്ത്യയിൽ മദ്യം പോലെ കഞ്ചാവും കിട്ടണമെന്നാണോ ബിജു പ്രഭാകർ നിർദ്ദേശിച്ചിട്ടുണ്ടാവുക? മദ്യവും കഞ്ചാവും തമ്മിലുള്ള താരതമ്യത്തെപ്പറ്റി എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? മദ്യപാനം ഇന്ത്യയിൽ നിയമവിധേയമാണ്. പക്ഷേ മദ്യവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് കരൾ സംബന്ധമായ രോഗങ്ങൾ, അപകടങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ ഇവയുടെ വ്യാപ്തി വളരെ വലുതാണ്. അതേസമയം കഞ്ചാവിനെ പൂർണ്ണമായി നിരോധിച്ചിട്ടും അത് സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായി അപ്രത്യക്ഷമായിട്ടില്ല. അതുകൊണ്ട് തന്നെ മദ്യത്തെ പോലെ തന്നെ കഞ്ചാവിനും നിയന്ത്രിത അനുമതി നൽകുന്നത് പരിഗണിക്കാവുന്നതാണ് എന്നതാണ് ബിജു പ്രഭാകർ ഉന്നയിക്കുന്ന വാദം. ഇതോടൊപ്പം കൂടുതൽ അപകടകാരികളായ രാസലഹരികളുമായി താരതമ്യവും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. MDMA പോലുള്ള സിന്തറ്റിക് ലഹരികൾ ഉപയോഗിച്ചാൽ ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവ് വളരെ ബുദ്ധിമുട്ടാണെന്നും അതിനേക്കാൾ കുറഞ്ഞ അപകട സാധ്യതയാണ് കഞ്ചാവിനുള്ളതെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു. എന്നാൽ കഞ്ചാവ് പൂർണ്ണമായും ഹാനികരമല്ല എന്ന് പറയാൻ കഴിയില്ലെന്നതാണ് വസ്തുത. കനാബിസ് സാറ്റിവ എന്ന സസ്യത്തിൽ നിന്നുള്ള ഈ ലഹരിയിലുള്ള ഡെൽറ്റ-9 ടെട്രാഹൈഡ്രോ കനാബിനോൾ തലച്ചോറിനെ ബാധിക്കുന്നു. ഒരാളുടെ ചിന്തകൾ, പ്രതികരണങ്ങൾ, മാനസികാവസ്ഥ എന്നിവയെ താൽക്കാലികമായി മാറ്റാൻ ഇത് കഴിവുള്ളതാണ്. ചിലരിൽ ആശങ്ക, ശ്രദ്ധാക്ഷയം, ചില സാഹചര്യങ്ങളിൽ മാനസിക പ്രശ്നങ്ങൾ എന്നിവയ്ക്കും ഇത് കാരണമാകാം. കേരളത്തിലെ നിലവിലെ അവസ്ഥയും ശ്രദ്ധിക്കേണ്ടതാണ്. എക്സൈസ് വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം ലഹരി കേസുകളിൽ പിടിക്കപ്പെടുന്നവരിൽ ഭൂരിഭാഗവും 18 മുതൽ 25 വരെ പ്രായമുള്ള യുവാക്കളാണ്. ഇതിലൂടെ ഒരു വലിയ സാമൂഹിക ആശങ്ക വ്യക്തമാക്കുന്നു. ഇവിടെയാണ് നിയമവിധേയമാക്കൽ എന്ന ആശയം ചർച്ചയിലേക്ക് വരുന്നത്. പല രാജ്യങ്ങളിലെ അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത് നിയന്ത്രിത വിൽപ്പന കൊണ്ടുവരുമ്പോൾ വലിയ സാമൂഹിക തകർച്ചകൾ സംഭവിച്ചിട്ടില്ലെന്നതാണ്. അതുകൊണ്ട് തന്നെ നിയമവിധേയമാക്കിയാൽ പ്രശ്നമൊന്നും ഉണ്ടാകില്ല എന്ന് പറയുന്നത് യാഥാർത്ഥ്യ വിരുദ്ധമാണ്. അതുപോലെ നിരോധനം കൊണ്ട് പ്രശ്നം പൂർണ്ണമായി തീരും എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തൽക്കാലം കഞ്ചാവിനെ നമുക്ക് പടിക്ക് പുറത്ത് തന്നെ നിർത്താം. റിസർച്ച് ഡെസ്ക്, വീക്ഷണം.